അൽത്താഫ് ഇത് പിടിച്ചേ. എന്താ അൽത്താഫ് ഇത്? അൽത്താഫ് ഫെയിലായി. ഇനി അൽത്താഫിനോട് ഞാൻ പറയാണ്, അൽത്താഫെ ഞാൻ എറിയുമ്പോൾ ഈ റെഡ് മാത്രം പിടിക്കണം. അൽത്താഫെ ഫോക്കസ്, റെഡാണേ, ഫോക്കസ് ചെയ്യണേ. അൽത്താഫെ പിടിച്ചോ. ഈ മാർക്കറിന് നമ്മുടെ ജീവിതത്തിനോടൊരു കഥ പറയാനുണ്ട്. ഈ മാർക്കറൊക്കെ നമ്മുടെ പലതരം പ്രയോറിറ്റീസും ടാസ്കും സ്വപ്നങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ്. നമ്മുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രശ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എല്ലാം ചാടി പിടിക്കാൻ നോക്കും, എല്ലാത്തിലും ഇടപെടാൻ നോക്കും. എന്താ പറ്റുന്നതെന്ന് ചോദിച്ചാൽ അൽത്താഫിന് ആദ്യം പറ്റിയതുപോലെ ഒന്നും പിടിക്കാൻ പറ്റാതെ നഷ്ടപ്പെട്ട് ഫെയിലായി പോകും. നേരെ മറിച്ചിട്ട് ഒരെണ്ണത്തിൽ ഫോക്കസ് ചെയ്താൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റാണ് സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾ കണ്ടത്. അൽത്താഫ് കറക്റ്റ് അത് ഗ്രാബ് ചെയ്തു. ഇതിൻ്റെ പേരാണ് ദ പവർ ഓഫ് വൺ. ഒന്നിൻ്റെ പവറാണ്. ഒന്നിലേക്ക് ഫോക്കസ് ചെയ്താൽ ഉണ്ടാവുന്ന പവറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മുന്നിൽ വരുമ്പോൾ ആ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാനും അതിലെ ഒന്നിനെ സെലക്ട് ചെയ്ത് അത് ഫോക്കസ് ചെയ്ത് ആ ഫോക്കസ് ചെയ്തതിൽ ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നിടത്താണ് ഗ്രോത്ത് ഉണ്ടാകുന്നത്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ഗ്രോത്തിലൂടെയാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി സക്സസ് നേടാനും സാധിക്കുന്നത്. പവർ ഓഫ് ഫോക്കസിങ് വൺ. ജീവിതത്തിൽ നമുക്ക് വേണ്ടതിനെ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കും, അതിൽ നമ്മുടെ ഫോക്കസിനെ എങ്ങനെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും, ആ ഫോക്കസിലൂടെ എങ്ങനെ ആക്ഷൻ എടുക്കാനും അതിലൂടെ സക്സസ് ഏൺ ചെയ്യാനും സാധിക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കാനായിട്ട് ഈ വരുന്ന 27-ാം തീയതി ഓൺലൈനിൽ ബി ലിമിറ്റ്ലെസ് വിത്ത് റിയാസ് ഹക്കീമിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതാ പിടിച്ചോ.